ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ത്രെഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു വിരലിൻ്റെ ഒക്കെ ഒരു നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിക്കൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രസ്റ്റ് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട കുറച്ച് ചെറിയ മുട്ടയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ചിക്കനിലേക്ക് ഇത് കറക്റ്റാണ്. അപ്പോൾ വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനിലൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ത്രെഡ് ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 3ഓ 4ഓ ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വീതി ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നൂല് പോലെ കിട്ടും. അപ്പോൾ ഇതിൽ വീതി കുറച്ചിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 4-5 സമൂസ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു സമയത്ത് വേറിട്ട് പോരുന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെ ആവില്ല കേട്ടോ. കുറച്ച് സമയം നമ്മളൊന്ന് വെച്ചാൽ ഇതൊന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ ഒരു മീഡിയം ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ചൂടായി പോകരുത് കേട്ടോ. ഓവറായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗത്തുള്ള ഈ ഒരു സമൂസ ഷീറ്റൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ വേവില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ചൂടിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ത്രെഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്